ഇന്ന് നേരെ മുതലിപ്പോൾ എൻ്റെ ഫോണിൽ ഒരു 6-7 മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം എൻ്റെ സുഹൃത്തുക്കളെ മെസ്സേജ് അയച്ചു. ഈ മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗത്തിലൂടെ 9 പേർക്ക് HIV അല്ലേ? ഈ 9 പേർക്ക് HIV എന്ന് പറയുമ്പോൾ അത് വളാഞ്ചേരിയിൽ മാത്രം 9 പേർക്ക്, അതൊരു ഭീതിപ്പെടുത്തുന്ന കണക്കാണ്. അതുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഇതിൽ ഭീതിപ്പെടുത്തുന്ന കണക്ക് എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതായത് നമ്മളെ എയ്ഡ്സ് ബാധിക്കാൻ അല്ലെങ്കിൽ ഇത് പകരാൻ സാധ്യതയുള്ള ഏറ്റവും ഇപ്പോ ഇന്ന് നമ്മളെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പൊ ഇന്ന് നമ്മുടെ വളാഞ്ചേരിയിൽ നടന്ന കാര്യം, അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിറിഞ്ചുകള്, നീഡിലുകള്, ഇതിലൂടെ ഉണ്ടാകുന്ന പകർച്ച. ഇതാണ് പ്രധാനമായിട്ടും പകരുന്ന 2 രീതി. അല്ലെ ഏറ്റവും ഈസി ആയിട്ട് പകരുന്ന ഒരു രീതിയാണ് നമ്മുടെ വളാഞ്ചേരിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഭീതിജനകമാണ്. അതായത് ലഹരി ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉപയോഗം ഒരുപാട് കൂടിയിട്ടുണ്ട് യുവാക്കളിലൊക്കെ. അപ്പോ ഈ രണ്ടാമത്തെ രീതിയിലൂടെ 9 പേർക്ക് അത് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അതിഭയാനകമായ ഇതാണ്. 9 വളാഞ്ചേരിയിൽ കൂടുതൽ ടെസ്റ്റുകളും അതിന് ബന്ധപ്പെട്ടുള്ള നമ്പർ ഓഫ് ടെസ്റ്റുകൾ കൂട്ടേണ്ടി വരും. പിന്നെ നമ്മൾ സ്വയം ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ മുന്നിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രക്തത്തിലൂടെയും ഉമിനീരിലൂടെ ഒക്കെ ഇത് ടെസ്റ്റ് ചെയ്യാനും സാധനങ്ങൾ, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന സൗകര്യങ്ങൾ വരെ ഒരുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എയ്ഡ്സ് പരിശോധനയ്ക്ക്. പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ ഉമിനീരിലൂടെയും രക്തപരിശോധനയോടെ വലിയ ചെലവ് കൂടി ഇല്ല. ഇത് നമ്മുടെ ഗവൺമെന്റിലൊക്കെ വളരെ സൗജന്യമായിട്ട്, പിന്നെ പ്രൈവറ്റ് ലാബുകളിലാണെങ്കിൽ വളരെ ചെറിയ നിരക്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളൊക്കെ തന്നെ. പിന്നെ ഇത് ഒന്ന് ജസ്റ്റ് പോസിറ്റീവാണ് തോന്നിക്കഴിഞ്ഞാൽ തുടർച്ച ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിന്റെ പുറമെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇത് അറിഞ്ഞിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ചിന്തിക്കാൻ ചെയ്യാറുന്നില്ല. നമ്മളെ ബോധവാന്മാരാവുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയൊക്കെ ഈ സാധനങ്ങൾ പകരും സാധ്യതകൾ, എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധേടാവുക. എങ്ങനെയൊക്കെ ഇത്തരം അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുക എന്നതിനെ കുറിച്ച് നമ്മൾ ബോധേടാവുക. നമ്മുടെ ഗവൺമെന്റും ആരോഗ്യ മേഖലയും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകം നമ്മുടെ കാലത്തുള്ള എയ്ഡ്സ് ദിനങ്ങളുണ്ട്, എയ്ഡ്സ് ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ വളാഞ്ചേരി പോലുള്ള പ്രബുദ്ധരായ പ്രജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഇത്തരം ഒരു അസുഖം വന്നു എന്ന് പറയുന്നത് നമ്മളെ കണ്ണു തുറന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരു വേസ്റ്റ് ഭീകര സിറ്റുവേഷൻ ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് വന്നാൽ ഒരു സമൂഹത്തെ എങ്ങനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെല്ലാവരും ബോധവാന്മാരാക്കണം. അതായത് ഇത് വരാണ്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇത്തരം ലഹരി ഉപയോഗങ്ങളിൽ നിന്നും സിറിഞ്ചുകൾ, നീഡിലുകളും ഉപയോഗത്തിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ നിന്നും ആളുകളെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റണം. ജനങ്ങളെ സമൂഹത്തെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ സർക്കാരുകൾക്കുള്ള പോലെ തന്നെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ജനങ്ങൾക്കുണ്ട്. ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ സർക്കിളിലുള്ള, എൻ്റെ സമൂഹത്തിലുള്ള പലരെയും ലഹരി ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും കൂടി തീരുമാനിക്കുന്നിടത്താണ് ഇത്തരം കാര്യങ്ങൾ സക്സസ്ഫുൾ ആവുക. അല്ലെങ്കിൽ ഇതൊരു അതിഭീകര സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. വരും ദിവസങ്ങളിൽ ടെസ്റ്റുകളും നമ്മൾ ഇതിനെ ഭയപ്പെടല്ല വേണ്ടത്. നമ്മളിപ്പോൾ കോവിഡിനെയും മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ചു പോയ ആൾക്കാരാണ്. നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ വലിയ വാർത്തകളും കാര്യങ്ങളും കൊടുത്ത് ജനങ്ങളെ പാനിക്കാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ബോധവാന്മാരാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, ബോധ്യങ്ങളില്ലാത്ത ആൾക്കാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് നമ്മുടെ നാട്ടിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കണം. അത് നമ്മൾ നാട്ടിലെ സന്നദ്ധ സംഘടനകളും ക്ലബുകളും യുവാക്കളും എല്ലാവരും ഏറ്റെടുത്ത് മുന്നിട്ടൊന്ന് ചെയ്യണം. മടിച്ചു നിൽക്കാൻ ഇനി സമയമില്ല, ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഇതിനെ തയ്യാറാവട്ടെ.